ഹായ് എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രീതി ഞരമ്പ് മുറിച്ചെന്ന് സ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയാണ് സത്യഭാമ. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന സത്യഭാമ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്ന ശാലിനിക്ക് കട്ടനുമായി വരുന്ന ശാരദാമ്മയാണ്. വാതിൽക്കൽ വന്ന ശേഷം കാപ്പി കൊണ്ട് കൊടുക്കാതെ ഒന്നും അടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. അന്നേരം അതിലേക്ക് വന്ന ശാരികയെ വിളിക്കുകയാണ് ശാരദാമ്മ. നീ ഒരു ഉപകാരം ചെയ്യണമല്ലോ. ഉപകാരമോ? ഇവിടെ മൊത്തത്തിൽ ചിലത് നടന്നിട്ട് മണിക്കൂറുകൾ കുറെ കഴിഞ്ഞു. ഇരുട്ടി പാതിരാത്രിയും ആയി. ഇതുവരെ ജലപാനം നടത്തിയിട്ടില്ല ഒരാള്. എന്നോടുള്ള വാശിക്ക് പട്ടിണി സമരത്തിലാണ്. അന്നേരം ശാരികയെ നോക്കിയിട്ട് ശാരിക പറയുകയാണ്, ഓ അതോ, വിശക്കുമ്പോൾ അവള് വന്ന് കഴിച്ചോളും. അല്ലെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ നേരം കഴിച്ചില്ലെങ്കിൽ തന്നെ ആരും മരിക്കത്തൊന്നുമില്ല. ശാരദാമ്മ പറയുകയാണ്, എടി അങ്ങനെയല്ല. നാളെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ നടക്കുന്ന ദിവസമാണ്. തലച്ചോറ് നന്നായി പ്രവർത്തിച്ചാലേ നന്നായി ഉത്തരമെഴുതാൻ പറ്റൂ. അതിന് ആഹാരം ഉള്ളിൽ ചെല്ലണം. അതിന് പക്ഷെ അവള് ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്നതല്ലാതെ കഴിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ അവൾ എക്സാം ഹാളിൽ ബോധം കെട്ട് വീഴും എന്നുള്ളത് ഉറപ്പാണ്. ദേ, നീ ഈ പാലെങ്കിലും അവൾക്ക് കൊണ്ടു കൊടുത്തിട്ട് കുടിക്കാൻ പറയ്. ഞാൻ കൊടുത്താൽ ചിലപ്പോൾ അവള് വാങ്ങിയില്ല എന്ന് വരും. ഞാൻ കൊടുത്താലും വാങ്ങണമെന്നുണ്ടോ? എന്നോടും പിണക്കമല്ലേ അവള് എന്ന് പറയുകയാണ് ശാരിക. നിന്നോടത്ര പിണക്കമൊന്നും ഉണ്ടാകില്ല. ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരി. അവൾക്ക് ദേഷ്യം മുഴുവനും എന്നോടാണ്. പിടിക്കുക എന്ന് പറഞ്ഞ് ഗ്ലാസും ശാരികയെ ഏൽപ്പിക്കുകയാണ് ശാരദാമ്മ. ഞാൻ കൊടുത്തു നോക്കാം, പക്ഷെ എന്റെ നേരെ ചാടിക്കൊണ്ടുവന്നാൽ ഞാനിതെടുത്ത് തലയിൽ ഒഴിച്ചു കൊടുക്കും. നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ അടുത്തേക്ക് പോവുകയാണ് ശാരിക. ശാരിക വന്നു നിൽക്കുന്നത് കണ്ട് എന്താന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ദാ നീ ഇത് കുടിക്ക്. പാലാണ്. പാലോ? അതെ, ഞാൻ കാച്ചിയതാണ്. നീ ഇന്നത്തെ ദിവസം ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതൊക്കെ ശാരദാമ്മ ജനലിൽ കൂടി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനി പാല് ഫ്ലാസ്കിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് നോക്കി ഒന്ന് ആശ്വസിക്കുകയാണ് ശാരദാമ്മ. കുടിക്കാൻ നേരം പാൽ നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, ഇത് ബദാം മിൽക്കാണ്, ചേച്ചി ഉണ്ടാക്കിയതല്ല, അമ്മ ഉണ്ടാക്കിയതാണ്. അത്രയും പറഞ്ഞ പാല് പുറത്തേക്ക് ഒഴിക്കുകയാണ് ശാലിനി. അത് കണ്ട് ശാലിനി ഉറക്കെ വിളിക്കുകയാണ് ശാരിക. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അമ്മ അത്ര വലിയ കുറ്റമൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഗ്ലാസ് മേശപ്പുറത്ത് ഇടിച്ചു വെച്ച ശേഷം ശാലിനി എഴുന്നേറ്റ് പറയുകയാണ്, ചെയ്തു. അമ്മ മാത്രമല്ല ചേച്ചിയുമെന്ന് ശാരികയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ശാലിനി. ചേച്ചിയാണ് അമ്മയ്ക്ക് എല്ലാത്തിനും കൂട്ടുനിന്നത്. കൂട്ടുനിൽക്കാൻ ഇതിലെന്താ? അമ്മ എന്ത് ചെയ്താലും അത് നമ്മൾ 3 പേരുടെയും നന്മയ്ക്കാണെന്ന് എനിക്കറിയാം. നമുക്ക് വേണ്ടി മാത്രമാണ് അമ്മ ഇത്രയും കാലം ജീവിച്ചതും പ്രവർത്തിച്ചതും. ഓ അത് ശരി. ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്ന് മുദ്രപത്രവും 10 ലക്ഷം രൂപയും വാങ്ങിച്ചതും ഞാൻ കാണാതെ അത് ഒളിപ്പിച്ചതും സത്യഭാമയോട് കടം ചോദിക്കാൻ പോയതും ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അല്ലേ? ശാലിനി, നിന്നോടത് പറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്താണ് അമ്മ എന്ന് പറയുകയാണ് ശാരിക. ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്ത് പ്രശ്നമുണ്ടാകുമെന്നാണ്? ഇപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ? അപ്പോഴോ? നാട്ടുകാരുടെ മുൻപിൽ മുഴുവൻ നമ്മൾ നാണം കെട്ടില്ലേ? എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തവരോട് കേസിന് പോകണ്ടെന്ന് ആത്മഹത്യാ ഭീഷണിയും. നമ്മളൊന്നും വെറുതെ ജീവിച്ചാൽ പോരെ ചേച്ചി. പട്ടിയും പൂച്ചയും അടക്കമുള്ള മൃഗങ്ങളും ജീവിക്കുന്നുണ്ട്. നമ്മളെ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. ആരെയെങ്കിലും പേടിച്ചോ ഭയന്നോ അല്ല, അഭിമാനത്തോടുകൂടി തല ഉയർത്തി പിടിച്ചു വേണം ജീവിക്കാൻ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. ജീവിതകാലം മുഴുവൻ കരഞ്ഞ് അടിമയെ പോലെ ജീവിക്കണം എന്നാണ് ശാരദാമ്മയുടെ ആറ്റിറ്റ്യൂഡ്. ആദ്യം അത് മാറ്റാൻ പറയ്, എന്നാലേ നമ്മളൊക്കെ രക്ഷപ്പെടൂ. ഇതൊക്കെ പുറകിൽ നിന്ന് കേട്ടു നിൽക്കുകയാണ് ശാരദാമ്മ. ശാലിനി പറയുകയാണ്, ദയവ് ചെയ്ത് പാലും പഴവും കൊണ്ടുവന്ന് എന്റെ പഠിത്തത്തെ ശല്യം ചെയ്യരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ബുക്കുമെടുത്ത് ശാരികയെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീട്ടിൽ ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, ഇയാൾ ഇതെവിടെ പോയി കിടക്കുകയാണ്, ഫോണും എടുക്കുന്നില്ലല്ലോ. പിന്നീട് ഫോൺ ചെയ്ത് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, കോശിച്ചായ നിങ്ങൾ എവിടെ എത്തി? ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. ഇന്ന് വരവ് നടക്കുമോ? ഞാനിപ്പോൾ എത്തും. ശരി ശരി എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. ഇയാളൊന്ന് പെട്ടെന്ന് വരാൻ നോക്ക്, നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ബാലചന്ദ്രന്റെ ഈ ഭാവവും ഫോൺ സംസാരവും ഒക്കെ കേട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ആരെയാടാ നീ ക്ഷണിച്ചിരിക്കുന്നത്? കുറെ നേരമായല്ലോ. നീയും രാജേശ്വരിയും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുമില്ല. അതെ, ഇപ്പോൾ ഒന്നും മനസ്സിലാക്കേണ്ട. കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. പൂരമോ? അതെ, ചെറുപൂരം പോലെ ഇപ്പോൾ ഇവിടെ ഒരാള് പറന്നെത്തും.
ഈ നാട്ടിലെ വലിയ ഒരു മുതലാളിയാണ്. പക്ഷേ വിനയത്തോടു കൂടിയേ പെരുമാറൂ. നോക്കും നടപ്പും കിടപ്പും കുടിയും എല്ലാം വെറും സാധാരണക്കാരനായിട്ടാണ്. പിന്നെ സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് നാക്ക് കുഴയുമെന്നേ ഉള്ളൂ. ഒപ്പം കാലും. അന്നേരം അവിടേക്കൊരു ഓട്ടോ വരികയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, ദേ ആളെത്തിയല്ലോ. അകത്തേക്ക് നോക്കി ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി ഇതേ കോശിച്ചായൻ വന്നു. ഓട്ടോയിലേക്ക് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും ചെന്ന് നോക്കുമ്പോൾ ഓട്ടോയിൽ ഒരാൾ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. ഇതെന്തോന്നെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ കോശിച്ചായ എന്ന് വിളിക്കുകയാണ് ബാലചന്ദ്രൻ. വിളി കേൾക്കാതെ കിടക്കുമ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുകയാണ്, കോശിച്ചായ ദേ ബാറെത്തി. അന്നേരം കോശിച്ചായൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. പെട്ടെന്ന് ഓട്ടോയിൽ നിന്നിറങ്ങി രാജേശ്വരിയുടെ വീടൊക്കെ നോക്കിയിട്ട് ഇതേത് ബാറെന്ന് പറഞ്ഞ് ചുറ്റുമൊക്കെ ഓടി നടക്കുകയാണ് കോശി. ആള് നിന്നങ്ങ് ആടുകയാണ്. ബാലചന്ദ്രനോട് കോശി ചോദിക്കുകയാണ്, ഇവിടെ എവിടെയാ വെള്ളം കിട്ടുന്നത്? പുറത്തേക്ക് ഇറങ്ങി വരുന്ന രാജേശ്വരിയെ പോലും വകവയ്ക്കാതെ അകത്തേക്ക് കയറി ഓടുകയാണ് കോശി. കൗണ്ടർ എവിടെയെന്നും പറഞ്ഞ് വീടൊക്കെ അകത്തൊക്കെ നോക്കുകയാണ് കോശി. ഇതാണോ കോശി എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഇതാണ് കോശിച്ചായൻ. പാവം തൊണ്ട വരണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറിയ കോശി ചോദിക്കുകയാണ്, ഇവന്മാരിത് എവിടെ പോയി? ഇവിടെ ആരുമില്ലേ? ആ അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ കയറുമ്പോൾ ഗോപാലകൃഷ്ണൻ ബാലചന്ദ്രനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇതാരടാ ഇയാള്? ഇതാണ് കീടം കോശി, നാടുനേളെ ഭൂമി ഉണ്ടായിരുന്ന ബസ് മുതലാളി. പാപ്പച്ചായനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അയാളുടെ ഒരേ ഒരു മകനാണ്. അകത്ത് കയറിയ കോശി ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുക്കുകയാണ്. പിന്നെ ഗ്ലാസ് എന്നും പറഞ്ഞ് അവിടൊക്കെ നോക്കുകയാണ്. ഗ്ലാസും വെള്ളവും ഡൈനിങ് ടേബിളിന്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് ഇടുപ്പിൽ നിന്ന് മദ്യകുപ്പിയെടുത്ത് അതിനെ ഉമ്മ കൊടുക്കുകയാണ് കോശി. ഇതൊക്കെ കണ്ട് ബാലചന്ദ്രനെ നോക്കി ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ച ശേഷം ടച്ചിങ്സ് എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് കോശി. അല്ലെങ്കിൽ വേണ്ട, കുറച്ച് അച്ചാർ മാത്രം മതി. അന്നേരം അച്ചാർ എടുത്തു കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണനോട് പറയുകയാണ്, അളിയൻ എന്താ നോക്കി നിൽക്കുന്നത്? കോശിച്ചായന് എല്ലാ വീടും സ്വന്തം വീട് പോലെയാണ്. നമ്മുടെ സ്വന്തം ആളാണ്. വാ വന്നിരിക്കുക ചേച്ചി, വാ വന്നിരി അളിയാന്ന് പറയുകയാണ് കോശി. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പോയി മടങ്ങി കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരുന്ന ശാരദാമ്മയാണ്. വെള്ളക്കുപ്പിയുമായി ഒക്കെയായി വന്ന ശാന്ത ചോദിക്കുകയാണ്, ഞാൻ അതാണ് നോക്കുകയായിരുന്നത്. ഇത്രയും നേരം ആയിട്ടും ശാരദാമ്മയെ കണ്ടില്ലല്ലോ എന്നുള്ളത്. രാവിലെ തന്നെ എവിടെയായിരുന്നു? ഞാനൊന്ന് ഗണപതി കോവിലിൽ വരെ പോയതാണ്. ഇന്നല്ലേ മോളുടെ കളക്ടർ പരീക്ഷ. എത്ര നാളായിട്ട് കാത്തിരുന്ന ദിവസമാണ്. അവള് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രസാദം ഒന്ന് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരദാമ്മ. ശാലിനി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് ശാരദാമ്മ. ശാരികയോട് അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തൊഴുത് പ്രാർത്ഥിക്കുന്ന ശാലിനിയെ ചൂണ്ടിക്കാട്ടുകയാണ് ശാരിക. തൊഴുത് തിരിയുന്ന ശാലിനി കാണുന്നത് ശാരദാമ്മയെയും ശാരികയുമാണ്. അമ്പലത്തിൽ പൂജിച്ച പ്രസാദമാണെന്നും പറഞ്ഞ് പ്രസാദം നീട്ടുകയാണ് ശാരദാമ്മ. പേനയും പൂജിച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് വേണം പരീക്ഷ എഴുതാൻ. ഉറപ്പായിട്ടും ജയിക്കും, വിശ്വസിക്കാം. അതിനുശേഷം ശാരദാമ്മ ശാലിനിക്ക് പ്രസാദം തൊടാനൊരുങ്ങുമ്പോൾ ശാരദാമ്മയുടെ കൈ തട്ടി മാറ്റുകയാണ് ശാലിനി. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ശാരിക വിളിക്കുകയാണ്, ശാലിനി ദൈവകോപം കിട്ടും. ദൈവത്തിന്റെ അടുത്താണോ നിന്റെ നിഷേധം എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, ഏത് ദൈവമാണ് ചേച്ചി? എന്റെ ഏറ്റവും വലിയ ദൈവമായി ഞാൻ ചിലരെ കണ്ടിരുന്നു. ആ ദൈവമാണ് ഇവിടെ പലതും ഒളിപ്പിച്ച് കളിക്കുന്നത്. ഇനി അത് വേണ്ട തൽക്കാലം. ഗോപാലകൃഷ്ണന്റെയും രാജേശ്വരിയുടെയും പേരിൽ നല്ലൊരു ശത്രുസംഹാര പൂജ ചെയ്തിട്ട് വരാൻ പറയുക. അപ്പോൾ ഞാൻ സ്വീകരിക്കാം പ്രസാദം. ഇപ്പോൾ എനിക്കതിന് താല്പര്യമില്ല. അത്രയും ശാരികയെ നോക്കി പറഞ്ഞിട്ട് ശാരദാമ്മയെ നോക്കുപോലും ചെയ്യാതെ പോവുകയാണ് ശാലിനി. അത് കണ്ട് ശാലിനി എന്ന് ശാരിക വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, സാരമില്ല മോളെ, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേന നോക്കി പൂജിച്ചതാണ്. അവൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യണമെന്ന് ദേവി തന്നെ തീരുമാനിക്കട്ടെ. അത്രയും പറഞ്ഞ് പ്രസാദവും പേനയും പടങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ് ശാരദാമ്മ. വീണ്ടും കാണിക്കുന്നത് രാജേശ്വരിയുടെ വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന കോശിയാണ്. കോശി പറയുകയാണ്, ഇനി കാര്യം പറയ്, എന്താണ് വിഷയം? രാജേശ്വരി പറയുകയാണ്, കുടുംബശ്രീ ഹോട്ടലിന് മുന്നില് കോശിക്ക് കുറച്ച് ഭൂമിയില്ലേ? അതെ, 5 സെന്റ് 28 ലിങ്സ്. അത് തന്നെ. ബാലചന്ദ്രൻ സംസാരിച്ചില്ലേ കാര്യങ്ങൾ? സംസാരിച്ചു, പക്ഷേ എനിക്കിപ്പോൾ ഭൂമി വിൽക്കാൻ താല്പര്യമില്ല. അത് കേട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അയ്യോ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. കോശി പറയുകയാണ്, അതിനിടയിൽ വേറൊരു ഭൂമി കച്ചവടം നടന്നു. അതിന് കിട്ടിയ 25 ലക്ഷം കയ്യിലിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇതും കൂടിയായാൽ അത് മൊത്തവും ഞാൻ തന്നെ കുടിച്ചു തീർക്കണ്ടേടേ. എന്റെ ഈ ശരീരം താങ്ങാത്ത കേസാവില്ലേ അത്? അത്രയും പറഞ്ഞ് വീണ്ടും വീണ്ടും കുടിക്കുകയാണ് കോശി. രാജേശ്വരി പറയുകയാണ്, അങ്ങനെ പറയരുത്, ബാലചന്ദ്രൻ പറഞ്ഞത്. മറുപടിയായി കോശി പറയുകയാണ്, ബാലചന്ദ്രൻ പലതും പറയും, കുടിക്കാനുള്ളത് ഞാനല്ലേ?
പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒറ്റവില 50 ലക്ഷം. അത് കേട്ട് അയ്യോ എന്നും പറഞ്ഞ് പരസ്പരം നോക്കുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. നല്ല അച്ചാർ, ഇത് ഞാൻ എടുക്കും എന്നും പറഞ്ഞ് കുപ്പിയും അച്ചാറും എടുക്കുകയാണ് കോശി. സെന്റിന് 10 ലക്ഷം വെച്ചോ, അതും ആ ഓണം കേറാമൂലയിൽ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ കോശി പറയുകയാണ്, പറഞ്ഞില്ലേ എനിക്ക് ഭൂമി വിൽക്കാൻ താല്പര്യമില്ലെന്ന്. ഗ്ലാസും കൊള്ളാം, എനിക്ക് ഇതും വേണം എന്നും പറഞ്ഞ് ഗ്ലാസും അങ്ങ് എടുത്തു വെക്കുകയാണ് കോശി. ഇതൊക്കെ കണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, വില നമുക്ക് പിന്നെ പറയാം, പക്ഷേ ആ ഭൂമി വേറെ ആർക്കും കൊടുക്കില്ല എന്ന് കോശിച്ചായൻ ഉറപ്പു തരണം. അത് ഞാൻ ഏറ്റു, മധ്യദേവതയാണ് വാക്ക്. അപ്പോൾ എപ്പോൾ അഡ്വാൻസ് തരും? വിലയെ പറ്റി ഒന്ന് ആലോചിക്കണമെന്ന് രാജേശ്വരി പറയുമ്പോൾ കോശി പറയുകയാണ്, എന്നാൽ ആലോചിച്ച് ഇന്ന് വൈകിട്ട് സിറ്റി ബാറിൽ വാ, നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ടോക്കണായിട്ട് അച്ചാറും ഗ്ലാസും വെള്ളവും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, വഴി മാറ് എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് കോശി. മാറു സിസ്റ്റർ എന്ന് രാജേശ്വരിയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കോശി. ഓട്ടോയിലേക്ക് കയറിയും കിടന്ന ശേഷം വണ്ടിയുടെ അടുത്ത ബാറിൽ പോട്ടെ എന്ന് പറയുകയാണ് കോശി. എല്ലാം കണ്ടും കേട്ടും ഇരുന്ന ശേഷം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇവിടിപ്പോൾ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് പറഞ്ഞത്, കോശിച്ചായൻ വെറുമൊരു ചെറുപൂരം ആണെന്ന്. വന്നൊന്ന് കലക്കും, ദാ പോകും, അത്ര തന്നെ. നല്ല മനുഷ്യനാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അതിന് നമുക്കെന്തിനാ അയാളുടെ ഭൂമി, അതും 50 ലക്ഷത്തിന്? എന്റെ മനുഷ്യ, ഇപ്പോഴും നിങ്ങൾ ഇത്രയും ബുദ്ധിയില്ലാത്തവനായി പോയല്ലോ. ഇയാളിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിന് മുന്നിലുള്ള ഭൂമിയാണ്. അത് ഈ രാജേശ്വരിക്ക് വേണം. എന്തിന് എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, അവിടെ ഒരു കൊച്ചു കള്ള് ഷാപ്പ് കെട്ടാൻ. ഇത്രയുമാണ് മഹാ എപ്പിസോഡിന്റെ 1ാം ഭാഗം. ഓക്കെ, താങ്ക് യു.